Hello friends, Technical Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Vivo Z1X ആണ്. അപ്പോൾ Vivo Z1X ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ അതിനെക്കുറിച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും പോസ്റ്റ് ചെയ്യേണ്ടായി. അപ്പോൾ Vivo Z1Xന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ലോഞ്ച് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസിങ് അറിയത്തില്ല. പ്രൈസിങ് ഓൾമോസ്റ്റ് 20,000 താഴെയാണ് വരാൻ ചാൻസ്. ഇത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 664ഉം 128GB സ്റ്റോറേജുമാണ് വരുന്നത്. നമുക്ക് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ Z1 പ്രോനെ പോലെ തന്നെയാണ് Z1Xൻ്റെ ബോക്സും. സൈഡിൽ വിവോ എഴുതിയിട്ട് കാണാം. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ Z1Xൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 712 ഒക്ടകോ പ്രോസസ്സറാണ്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 22.5 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ 32 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 48 MP AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX 582 സെൻസറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ 2-3 ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ഫ്ലാഷ് ചാർജിങ് 22.5 ആണ്, മറ്റേ 18 watt ആയിരുന്നു Z1 പ്രോയിൽ. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ്, 48 MP ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് Vivo Z1Xൻ്റെ ബോക്സ് പാക്കേജ്. നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണുന്നത് ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് എന്തൊക്കെ വരും നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കേസാണ്, റെഗുലർ കേസാണ് വരുന്നത്. നമ്മൾ TPU കേസാണ്, പ്രൊട്ടക്ഷൻ തരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു USB കേബിളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇതിനകത്ത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. അപ്പോൾ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാണാം. 1.03 ആണ് ഹെഡ് സാറ്, ബോഡി സാറ് 0.549. പിന്നെ തിക്നെസ്സും കുറച്ചിട്ടുണ്ട്, 8.13 mm ആണ് തിക്നെസ് വരുന്നത്. പിന്നെ ക്യാമറ കാണാം, 48+8+2 MP ക്യാമറയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബാക്കി വരുന്നത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു അഡാപ്റ്ററാണ്, അഡാപ്റ്റർ അല്ല, കേബിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വിവോ USB Type-C കേബിൾ വരുന്നത്. അതായത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ USB Type-C ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ Type-C കേബിൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് Type-C വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഡിവൈസ് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് ചാനലിൽ, പക്ഷേ എങ്കിൽ പോലും ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് Vivo Z1X. നമുക്ക് ബാക്ക് പാനലിൽ നോക്കാം. ഇതിനകത്ത് വരുന്നത് 48 MP ക്യാമറയാണ്, സോണി IMX 582 സെൻസറാണ്. 586 അല്ല, പക്ഷേ 582ഉം 586 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 4K 60 FPS സപ്പോർട്ടഡ് അല്ല 582ൽ, ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. പിന്നെ വരുന്നത് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MP ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ വിവോ ബ്രാൻഡിങ്ങും കാണാം, പേർപ്പിൾ വേരിയൻ്റ് ആണ്. പിന്നെ കുറേ പേര് ചോദിക്കേണ്ട, ഇത് പ്ലാസ്റ്റിക് ആണോ ഗ്ലാസ് ആണോ? ഇത് പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ നല്ലൊരു ഡിസൈനും ഫീലും വരുന്നുണ്ട്. പിന്നെ സൈഡിൽ പവർ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഹോം ബട്ടനാണ്, ഗൂഗിൾ ഹോം ബട്ടനാണ് വരുന്നത്. പിന്നെ സിം കാർഡാണ്. ഇതിനകത്ത് SD കാർഡ് സ്ലോട്ട് ഇല്ല. ആക്ച്വലി ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടോ ഹൈബ്രിഡ് സ്ലോട്ടോ അല്ല, കാരണം SD കാർഡ് സ്ലോട്ടേ ഇല്ല. ഇതിനകത്ത് വരുന്നത് ഡുവൽ സിം കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിൽ കാണാം. ടോപ്പ് സെക്ഷനിൽ ഒന്നും തന്നെ ഇല്ല. ബോട്ടം സെക്ഷനിൽ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും 3.5 mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് Vivo Z1X ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെ വരുന്നതും കൂടി നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു അഡാപ്റ്ററാണ്. നേരത്തെ പറഞ്ഞ പോലെ 22.5 watt ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. നിങ്ങൾക്ക് കാണാം 10 volt 2.25 ആംപിയർ, അതായത് 22.5 watt ചാർജിങ് ആണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ 9 volt 2 ആംപിയറും ഉണ്ട്, 5 volt 2 ആംപിയറും ഉണ്ട്. അപ്പോൾ അത് 10 wattഉം 18 wattഉം സപ്പോർട്ടഡ് ആണ്. പിന്നെ അതുകൂടാണ്ടുള്ളത് ഒരു ഇയർഫോണാണ്, ഒരു സ്റ്റാൻഡേർഡ് ഇയർഫോണാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇയർഫോൺ മേടിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് ബണ്ടിൽഡാണ്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Vivo Z1X നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത സ്ക്രീനിലെ ഡിഫറൻസ് ആണ്. ഇത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂവിങ് ആംഗിൾസും നല്ല കളർ റീപ്രൊഡക്ഷനും വരുന്നത്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. പിന്നെ ഇതിനകത്ത് ഷോർട്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗോറില്ല ഗ്ലാസ് അല്ല, പക്ഷേ അതേപോലെ തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. ഷോർട്ട് ജർമ്മൻ കമ്പനിയാണ്, അവരുടെ ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോറില്ല ഗ്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കാണ് അത് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് Android 9.0 ആണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫൺ ടച്ച് OS ആണ്. ഫൺ ടച്ച് OSൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് സ്മാർട്ട് മോഷൻ, സ്മാർട്ട് മിററിംഗ്, സ്മാർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ, 1 handed മോഡ്, ക്യാപ്ചർ മോഡ്, ആപ്പ് ക്ലോൺ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. അപ്പോൾ അതെല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡ്രൈവിംഗ് മോഡ്, അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിന് ഇൻക്ലൂഡഡ് ആണ്.
ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 48 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോഗിൾ ചെയ്യാവുന്നതാണ്. ക്യാമറ UI ഒന്നും മാറ്റില്ല. നമ്മുടെ Z1 പ്രോനെ പോലെ തന്നെയാണ് ക്യാമറ UI വരുന്നത്. 4K അൾട്രാ HD സപ്പോർട്ടഡ് ഉണ്ട്. പിന്നെ 1080p റെസൊല്യൂഷൻ ഇൻക്ലൂഡഡ് ആണ്. EIS സപ്പോർട്ട് ഉണ്ട്. പിന്നെ സെൽഫി ക്യാമറയാണ് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Vivo Z1X എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. സാധാരണ 4000 ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി. Vivo Z1 Proയിൽ നമ്മൾ 5000 കണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ ഡൗൺഗ്രേഡാണ്. കാരണം ഡിവൈസിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. Z1 Pro കുറച്ചും കൂടി ഒരു ബൾക്കി ഡിവൈസ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി സ്ലിമ്മർ ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് കപ്പാസിറ്റിയിൽ. 4500 വരുന്നുള്ളൂ. എങ്കിൽ പോലും നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ 22.5 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Vivo Z1X അൺബോക്സിങ് ആൻഡ് ഓൺ വീഡിയോ. ഇനി പ്രൈസിങ്, ആക്ച്വലി നമുക്ക് പ്രൈസിങ് അറിയത്തില്ല, പ്രൈസിങ് കൺഫേംഡ് ആയിട്ടില്ല. ഇന്നാണ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രൈസിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു ഗസ് എന്ന് പറഞ്ഞാൽ 6/128 സ്റ്റോറേജ് 20,000 ആവാനാണ് ചാൻസ്. പിന്നെ 664 ഒരു 18,000 ആ പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരാൻ ചാൻസ്. കാരണം ഇതിൽ Z1 Pro ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിലോട്ട് ഒരുപാട് അപ്ഗ്രേഡ്സ് ഉണ്ട്. കാരണം AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, നമ്മളത് കാണിച്ചില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണിച്ചു തരാം. ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അപ്പോൾ ഇങ്ങനത്തെ അപ്ഗ്രേഡ്സ് എല്ലാം വരുമ്പോൾ തന്നെ കോസ്റ്റ് കൂടും. അതുകൂടാണ്ട് തന്നെ സോണി IMX 582 സെൻസർ ഉണ്ട്, അതും കോസ്റ്റ്ലിയാണ്. പിന്നെ 22.5 വാട്ട് ഫാസ്റ്റ് ചാർജറും ഉണ്ട്. അപ്പോൾ ഒരുപാട് അപ്ഗ്രേഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ Vivo Z1 Proനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആവും. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു പ്രൈസിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിലും ഓൺലൈൻ ഓൺലി ആയിരിക്കും, ഫ്ലിപ്കാർട്ടിലായിരിക്കും അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു Vivo Z1X അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.